السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സുഖ സൗകര്യങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതമാണ് മനുഷ്യൻ്റെത്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് മസ്ജിദ്. ആ മസ്ജിദുകൾ ഉണ്ടാക്കുവാനും സംരക്ഷിക്കുവാനും ഒക്കെ ധാരാളം പ്രേരണകളും കൽപ്പനകളുമുണ്ട്. അത് പരിപാലിക്കാനുമെല്ലാം. ഇതെല്ലാം ഉണ്ടായിട്ടും പല ആളുകളും മസ്ജിദിൽ എത്തുന്നില്ല. പല മസ്ജിദുകളും കാലിയാണ്, പല സമയത്തും കാലിയാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന വ്യക്തമാണ്, അഖീമുസ്സലാ, ഇഖാമസ്സലാ എന്ന്. അതിനാൽ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. ആരുടെയും തണലില്ലാത്ത അന്ത്യനാളിൽ ബുഖാരിയിലെ 660 ഹദീസിൽ അരുളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അന്ന് ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുമായി കെട്ടിയിട്ട മനസ്സ്. അപ്പൊ എപ്പോ എവിടെ പോവുകയാണെങ്കിലും ഈ വക്ത് എവിടുന്നാണ് നിസ്കരിക്കുക എന്നൊരു ചിന്ത ഉണ്ടാകണം. ഒരു നേരത്തെ നിസ്കാരം എന്നല്ല, ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടരുത്. പലപ്പോഴും ചില ആൾക്കാർക്കൊക്കെ നിസ്കാരം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം, സുബഹ് ആയി, ഇനിയും കുറെ സമയം കഴിഞ്ഞിട്ട് ട്രെയിന് അവിടെ എത്തുള്ളൂ. ഒട്ടേറെ ആൾക്കാർ നിസ്കരിക്കാതെ ഇരിക്കുന്നു. ഇരുന്ന് വർത്താനം പറയുന്നവരും കിടന്നുറങ്ങുന്നവരുമെല്ലാം. വളരെ കുറച്ച് ആൾക്കാരാണ് യാത്രയിൽ നിസ്കരിക്കുന്നതായിട്ട് കാണുന്നത്. പ്ലെയിനിലും അങ്ങനെ തന്നെ. ബസ്സിൽ പിന്നെ അധിക സമയമില്ല, ഇറങ്ങി നിസ്കരിക്കാൻ ധാരാളം അവസരമുണ്ട്. അതിനാൽ നിസ്കാരക്രമം ജീവിതക്രമമാക്കാനും ജീവിതക്രമം നിസ്കാരക്രമമാക്കാനുമുള്ള ധീരമായ പ്രതിജ്ഞ എല്ലാ സഹോദരീ സഹോദരന്മാരും എടുക്കണം. അള്ളാഹുവെ അനുഗ്രഹിക്കണേ. മസ്ജിദുമായി ഞങ്ങളുടെ മനസ്സിനെ നീ കെട്ടിയിടണേ റബ്ബേ. മസ്ജിദുകൾ പരിപാലിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തണേ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.